Global enterprise. A global enterprise is a large business that operates in many countries around the world. ലോകത്ത് പലയിടത്തുമായിട്ട് ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ബ്രാഞ്ചുള്ള ആ ഒരു കമ്പനികളെയാണ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഇവരുടെ ഹെഡ് ഓഫീസായിട്ട് ഒരു രാജ്യം കാണും, ഒരു രാജ്യത്തായിരിക്കും ഹെഡ് ഓഫീസ്. പക്ഷേ അതിൻ്റെ ഫാക്ടറീസും ഓഫീസസും എല്ലാ രാജ്യങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും കാണും. ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസ്. ഇതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് കൊക്കക്കോള എന്ന് പറയുന്ന ഹെഡ് ഓഫീസ് US-ലാണ്, പക്ഷേ എല്ലായിടത്തും ഉണ്ട്. ഓവർ 200 കൺട്രീസ്, 200 രാജ്യങ്ങളിൽ ഈ ഒരു കൊക്കക്കോള ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ രാജ്യങ്ങളും ഒരേ ബിസിനസ്സാണ്, സോഫ്റ്റ് ഡ്രിങ്കും ബിവറേജസുമാണ് വിൽക്കുന്നത്. സോ കൊക്കക്കോള ഒരു ഗ്ലോബൽ എൻ്റർപ്രൈസ് ആണെന്ന് നമുക്ക് പറയാം. ഇന്ത്യയിലും കോളയ്ക്ക് ഫാക്ടറീസ് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഒന്നാമതായിട്ട് അവർ വലിയ കമ്പനിയാണ്, അപ്പോൾ അവർ ഒരുപാട് ബിസിനസ് മറ്റ് രാജ്യങ്ങളിലോട്ട്, ഇപ്പോൾ US-ലായിരുന്നു കൊക്കക്കോള, പക്ഷേ ഇന്ത്യയിൽ വന്നതുവഴി ഇന്ത്യക്കും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കിട്ടി. അതാണ് ദേ ബ്രിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിലോട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതാണ് ഒന്നാമത്തെ അവരുടെ അഡ്വാൻറ്റേജ്. അതുപോലെ ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടെയുള്ള കുറേ ജോലികൾ ഈ കൊക്കക്കോളയുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലോബൽ കമ്പനീസിൻ്റെയാണ്. സോ ലോക്കൽ പീപ്പിളിന് ഇവർ ജോലി കൊടുക്കും. അതുപോലെ പുതിയ ടെക്നോളജി, ഇവർ പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഓരോ രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയൊക്കെ അഡോപ്റ്റ് ചെയ്ത് എല്ലായിടത്തും പ്രൊഡക്ഷൻ നടത്താൻ ഇവർക്ക് പറ്റും. സോ ഗ്ലോബൽ എൻ്റർപ്രൈസസ് നമ്മളെപ്പോലുള്ള ഡെവലപ്പിംഗ് ഇക്കണോമീസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബട്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേ ക്യാൻ ഹാം ലോക്കൽ, നമ്മുടെ നാട്ടിലെ ചെറിയ ബിസിനസ്സിന് ഇത്തരം എൻ്റർപ്രൈസസ് ഒരു ഭീഷണിയാണ്.